ഉദ്ധിത, ദൈവമേ, രക്ഷക, സമാധാനമേ, ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ വ്യക്തികളും നന്മ ചെയ്യുന്നവരുണ്ടായിരിക്കും, തിന്മ ചെയ്യുന്നവരുണ്ടായിരിക്കും. രണ്ട് കാര്യങ്ങളും ഓരോ വ്യക്തിയിലും ഉണ്ടായിരിക്കും. എന്നാൽ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ പോകുന്നതിനെപ്പോഴും ദൈവത്തിന് കൃപയുണ്ടായിരിക്കും. അവൻ പാപം ചെയ്ത് അകന്നാലും ദൈവത്തിൻ്റെ കൃപയാൽ അവൻ രക്ഷ പ്രാപിക്കും, നശിച്ചു പോവുകയില്ല. എന്നാൽ ഒരു നിരീശ്വരവാദി നന്മയോടൊപ്പം തിന്മ ചെയ്തു പോകുമ്പോൾ അവന് കൃപയില്ലാത്തതിന് ഫലമായി ജീവിതത്തിൽ നാശത്തിലേക്കും അവസാനം ഒന്നുമില്ലായ്മയിലേക്കും കടന്നു പോകാനുള്ള സാധ്യത അവനിൽ ഏറെയാണ്. അതായത് ഒരു വ്യക്തിക്ക് രണ്ട് തരത്തിലൂടെയാണ് പാപങ്ങളിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുള്ളത്. ഒന്ന്, ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്താഗതിയിലൂടെ. രണ്ട്, പുറത്തു നിന്നുള്ള സമ്മർദ്ദത്തിലൂടെ. നന്ദുക്കുട്ടൻ്റെ വീടിൻ്റെ അടുത്ത് നല്ല രുചിയുള്ള ഒരു മാമ്പഴം തരുന്ന ഒരു നല്ല മാവുണ്ടായിരുന്നു. അതായത് നന്ദുക്കുട്ടൻ്റെ ഉള്ളിനുള്ളിൽ എപ്പോഴും പറയും, മാങ്ങ പറിച്ചോ, മാങ്ങ പറിച്ചോ, മാങ്ങ പറിച്ചോ. അവനെപ്പോൾ മാങ്ങ പറിച്ച് കഴിക്കും. എന്നാൽ ചിലപ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് പറയും, മാങ്ങ ഇനി മുതൽ പറിക്കരുത്, ശ്രദ്ധിക്കണം, എന്ത് ചിന്തകൾ വന്നാലും നീ ഈ ചിന്ത മാറ്റരുത്, ഇത് നിന്റെ ഹൃദയത്തിൽ എഴുതണം, ആര് പറഞ്ഞാലും നീ ഒരിക്കലും ആ മാമ്പഴം പറിക്കാൻ പോകരുത്. എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നന്ദുക്കുട്ടൻ്റെ മനസ്സിലേക്ക് പറയുകയാണ്, കുഴപ്പമൊന്നുമില്ല, ഒരു മാങ്ങ നീ പറിച്ചോ. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പം നേരെ തിരിച്ചും, നീ ഇതിനെ പറിക്കരുതെന്ന് പറഞ്ഞതല്ലേ. ഇത്തരത്തിൽ ഓരോ ചിന്താഗതികളും വരുമ്പോൾ എന്ത് തിരഞ്ഞെടുക്കണം, എങ്ങനെ പോകണമെന്ന ചിന്ത പലപ്പോഴും പലരുടെയും മനസ്സിൽ ഉണ്ടാകാറുണ്ട്. കാരണം ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചിന്തയാണിത്. രണ്ടാമത്തത്, നന്ദുക്കുട്ടൻ പറിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു വ്യക്തമായിട്ട് പോകുമ്പോൾ തൊട്ടടുത്തുള്ള കൂട്ടുകാരൻ വിളിക്കുകയാണ്, നന്ദുക്കുട്ട വാടാ, നമുക്ക് ആരെന്ത് പറഞ്ഞാലും മാങ്ങ പറിക്കാടാ, വേണ്ടടാ, നീ വാ. അങ്ങനെ ബലമായിട്ട് പറിപ്പിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു വൈദികനെയോ ഒരു സിസ്റ്റേഴ്സിനെയോ മാതാപിതാക്കളെയോ ഒരു ബ്രാഹ്മണനെയോ ഒരു ഉസ്താദിനെയോ ഒറ്റയടി കാണുമ്പോൾ ആ ദൈവത്തിൻ്റെ മുഖമെന്നും പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ച് കൂടെ പകരുത്. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ചൈതന്യം കൊടുത്ത് മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളാകണമെന്നില്ല. പലപ്പോഴും തിന്മയുടെ തലത്തിലൂടെ കൊണ്ടുപോകുന്നവരുമുണ്ട്. ആയതിനാൽ ഫലത്തിൽ നിന്നും നമ്മൾ വൃക്ഷത്തെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിനാൽ ആധ്യാത്മിക നേതാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, മാതാപിതാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയാണ് മക്കൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും. അതിൽ തെറ്റുകളെല്ലാം ക്ഷമിക്കപ്പെടും. അതോടൊപ്പം നമുക്ക് തെറ്റുകളുണ്ടെങ്കിലും നമുക്ക് പൂർണ്ണ